എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്ക് യു യൂണിവേഴ്സ്. സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ ചേർത്ത് പിടിച്ച് ഇവിടം വരെ എത്തിച്ചതിന് ഒരുപാട് നന്ദി. പ്രകൃതിയെ സ്നേഹിക്കൂ. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ നല്ലൊരു മനസ്സിന് ഉടമയായി മാറണം. ഇനി ഒരു കാര്യം പറയാം. നമ്മുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും യൂണിവേഴ്സിനോട് തുറന്ന് സംസാരിക്കാം. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ മുഖ്യമായും വേണ്ടുന്നത് എന്താണ്? പണമാണ്. അതെങ്ങനെ കിട്ടുമെന്നോ ആര് തരുമെന്നോ നമുക്കറിയില്ല. എന്നാൽ തുടർച്ചയായി നമ്മുടെ എല്ലാ വിഷയങ്ങളും യൂണിവേഴ്സുമായി പങ്കിടുന്നതിലൂടെ ആ ഭാഗ്യം നമ്മളിലേക്ക് ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുന്നു. പ്രധാനമായും വേണ്ടുന്നത് യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള ഉറച്ച ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ യൂണിവേഴ്സുമായി പങ്കുവെക്കുക. അത് എങ്ങനെയെന്നല്ലേ? വെളുപ്പിന് 5 മണിക്ക് നിങ്ങൾ ഉണരുന്നവരാണോ? അങ്ങനെയെങ്കിൽ ആ ഒരു സമയം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും. വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂമിയെ തൊട്ട് വന്നിച്ചതിന് ശേഷം പ്രകൃതിയിലേക്ക് ആത്മനിർവൃതിയോടെ നോക്കി യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങാം. അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ അനുഭവപ്പെടും. അങ്ങനെ നിരന്തരം യൂണിവേഴ്സും നമ്മളും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു. ഒപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പടിപടിയായി ഓരോ വിജയങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നു. പണത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ലോട്ടറിയുടെ രൂപത്തിൽ ധനം നമ്മളിൽ എത്തിച്ചേരുന്നു. അതാണ് യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. 1 രൂപ പോലും കയ്യിലില്ലാത്ത ഒരവസ്ഥ. എനിക്കാണെങ്കിൽ അത്യാവശ്യമായും കുറച്ച് പൈസയ്ക്ക് ആവശ്യവും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിനോട് തന്നെ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. യൂണിവേഴ്സ് എൻ്റെ ആഗ്രഹം നടത്തി തന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെയിരിക്കെ ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് എനിക്ക് മുന്നിൽ ഒരമ്മ ലോട്ടറിയുമായി വന്നു. മോളെ, ഒരു ടിക്കറ്റ് എടുക്ക്, എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞു. ആ അമ്മ 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഒരേ നമ്പറിലുള്ള 3 ടിക്കറ്റ് ഞാൻ എടുത്തു. അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് റിസൾട്ട് നോക്കിയപ്പോൾ ആ നമ്പർ 5000-ൽ അടിച്ചിരിക്കുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അന്ന് മുഴുവൻ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് യൂണിവേഴ്സ്. നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. പിന്നീട് പല സന്ദർഭങ്ങളിലും എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സ് നമ്മളെ നിരാശപ്പെടുത്തുകയില്ല. എന്നും യൂണിവേഴ്സുമായി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ ആ ആവശ്യം നിറവേറ്റി തന്നിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും. ഓരോ ആഗ്രഹങ്ങൾ നിറവേറുമ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറയാൻ മറക്കരുത്. അതും സന്തോഷത്തോടു കൂടി തന്നെ പറയണം. പണത്തെ ഒരുപാട് സ്നേഹിക്കണം. ആ പണം നല്ല രീതിയിൽ വിനിയോഗിക്കാനും പഠിക്കണം. എന്നാലേ ആ ധനം നമ്മളിൽ സുരക്ഷിതമായിരിക്കുകയുള്ളൂ. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നതിലും എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. അങ്ങനെ യൂണിവേഴ്സിനെ അടുത്തറിയൂ. യൂണിവേഴ്സ് തീർച്ചയായും അത് തിരിച്ചറിഞ്ഞിരിക്കും. ഉറപ്പ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.